നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ മലയോരത്തെ ഒരു ദുഃഖവാർത്തയാണ് എങ്ങും നമ്മൾ കേൾക്കുന്നത്. എല്ലാവരുടെയും സുപരിചിതൻ, അതായത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മലയോരത്തെ അമ്പാട്ട് ഏലിയാസ് എന്ന കർഷകൻ ജീവനൊടുക്കിയിരിക്കുകയാണ്. അതും സ്വന്തം കൃഷിയിടത്തിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 11-ാം തീയതി ബുധനാഴ്ചയാണ് കീടനാശിനി കൃഷിക്ക് കളകളെ നശിപ്പിക്കാൻ വേണ്ടി കൃഷിക്ക് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കീടനാശിനി കുടിച്ച് സ്വന്തം കൃഷിയിടത്തിൽ തന്നെയാണ് അദ്ദേഹം ജീവനൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണകാരണമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകർ അടുത്ത കാലത്തേക്ക് കടുത്ത ദുരിതത്തിലാണ്. അത് മാത്രമല്ല, ഈ കൃഷിക്കുള്ള സർക്കാർ സബ്സിഡികൾ യഥാസമയം നൽകിയാൽ തന്നെ കർഷകന്റെ പല ജീവനും നമുക്ക് പിടിച്ചെടുത്താൻ കഴിയും. അമ്പാട്ട് ഏലിയാസിന് 1,00,000-ൽ പരം രൂപയാണ് കൃഷി വകുപ്പ് ആ കൃഷിക്ക് സബ്സിഡിയായി നൽകാനുള്ളത്. പലതവണ കൃഷി വകുപ്പ് ഓഫീസിലും മറ്റുമായി ഇയാൾ കയറി ഇറങ്ങി എന്നാണ് പറഞ്ഞത്. നമുക്കറിയാൻ സാധിച്ചത്, ഇന്ന് ബന്ധുക്കൾ നമ്മളോട് സംസാരിക്കും പറഞ്ഞ് പലതവണയാണ് കൃഷി വകുപ്പ് ഓഫീസിലും കൃഷിഭവനിലും ഒക്കെ അദ്ദേഹം പോയിട്ടാണ് ഈ പൈസ അനുവദിച്ചു കിട്ടാൻ തയ്യാറായിട്ടില്ല എന്ന്. എന്നിരുന്നാൽ പോലും കൃഷി വകുപ്പ് ആ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല കൊടുക്കാൻ സാധിക്കാത്തതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. മിനിഞ്ഞാന്ന് ഇദ്ദേഹം ഈ ഈ കീടനാശിനി കഴിച്ച് അത്യാസന്ന നിലയെ ICUവിൽ കഴിയുമ്പോൾ മിനിഞ്ഞാന്ന് 1,03,000 രൂപ കൃഷി വകുപ്പ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് നൽകിയിരിക്കുകയാണ്. ആ അക്കൗണ്ടിലേക്ക് കൊടുത്ത് ഒരു 3 ദിവസം മുമ്പ് ആ പണം നൽകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ പറ്റുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധു നമ്മളോട് സംസാരിച്ചത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. കടബാധ്യത തന്നെയാ മരണത്തിന്റെ കാരണം. അവന് ഇങ്ങനെ ഓരോരുത്തരോട് റോൾ ചെയ്ത് കൊടുത്തോണ്ട് വായ്പ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊടുത്തോണ്ടിരുന്ന സാഹചര്യത്തിൽ ആർക്കോ പറഞ്ഞ വാക്ക് തെറ്റിച്ച് പോയി. അതാണ് ഒരു വിഷമം വന്നതെന്നുള്ളിടത്തോളാണുള്ളത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അവന് ഞാനിട്ട് നേരത്തെ സംസാരിച്ചപ്പോഴുള്ള ബാധ്യതകൾ 10-40 ലക്ഷം രൂപയോളം അടുത്തുണ്ടവൻ. കടബാധ്യതയുണ്ട്. അത് എത്രയാ കിട്ടിയെന്ന് അങ്ങനെ കിട്ടിയെന്ന് അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ട്. ഒരു പൈസ കിട്ടാനുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. കൃഷി വകുപ്പിന്റെ എന്തൊക്കെയോ ഇവന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് കിട്ടിയോന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞങ്ങള് കൃത്യസമയത്ത് കൊടുത്തായിരുന്നെങ്കിൽ ബാധ്യതയൊക്കെ കുറേയൊക്കെ ഒഴിവായതിന്. പിന്നെ പച്ചക്കറി നടുന്നതിൻ്റെ അകത്ത് കുറേ ആദ്യമേ ഒരു വിളവെടുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതാകുമ്പോഴത്തേക്കും അത് നഷ്ടമല്ലേ. പിന്നെ വാഴക്കൃഷി നടത്തിക്കൊണ്ടിരുന്നതും നഷ്ടത്തിൽ വാഴയുടെ പിന്നെ വാഴയ്ക്കായിക്കോട്ടെ വാഴക്കൊലയ്ക്ക് വില കുറഞ്ഞു വന്നു. അതൊക്കെയാണ്. പിന്നെ കുറേ പണിക്കാർ ഇവനെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. കുറച്ച് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഇവനെ കൊണ്ട് നല്ല രീതിയിൽ. അങ്ങനെയുള്ളത്. ഇത്തരത്തിലാണ് നമ്മളോട് മറിയാമ്മ അമ്പാട്ട് പറഞ്ഞിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, 40 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയാണ് അദ്ദേഹത്തിന് കൃഷി നടത്തിയിട്ട് മാത്രം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നല്ല കൃഷിയെ സ്നേഹിച്ച ജൈവ കർഷകൻ, അങ്ങനെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചൊരു കർഷകനാണ്. 70,000 രൂപയാണ് അദ്ദേഹം ആരൊക്കെ വായ്പ വാങ്ങിയ പണം കഴിഞ്ഞ ദിവസം കൊടുക്കാണ്ടത്. ആ പൈസയ്ക്ക് വേണ്ടിയുള്ള നെട്ടർത്ഥത്തിലായിരുന്നു അദ്ദേഹം. അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടത്. തന്റെ അഭിമാനം ആയിട്ട് ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തനിക്ക് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തിയതെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ റോഷിയോസ് നമ്മോട് സംസാരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷി നടത്തി വരുന്ന ശ്രീ അമ്പാട്ട് ഏലിയാസ്, അദ്ദേഹം ചെറുപുഴ പഞ്ചായത്തിലെ എടവരം 7-ാം വാർഡ് എടവരമ്പിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പതിറ്റാണ്ടുകളായി പച്ചക്കറി കൃഷി നടത്തി വരുന്ന ഒരു മികച്ച കർഷകനാണ്. അദ്ദേഹം ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യാറ്. ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിനെടുത്ത് വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടത്തി ഈ മേഖലയിലെ പച്ചക്കറി കടകളിലെല്ലാം എത്തിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടിൽ പച്ചക്കറിയുടെ കാര്യത്തിൽ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വലിയ ഒരു റോൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വളരെ മാന്യനായ ഒരു കർഷകൻ കൂടിയായിരുന്നു. യാതൊരു തര ദുസ്വഭാവവുമില്ലാതെ തൻ്റെ ജീവിതം മുഴുവൻ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് പുലർച്ചെ തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ അധ്വാനം രാത്രി വൈകിയും അവസാനിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് ജോലിക്കാർ അദ്ദേഹത്തിന്റെ കീഴിൽ പണിയെടുക്കുന്നുണ്ട്. വലിയ രീതിയിൽ ആണ് അദ്ദേഹം പച്ചക്കൃഷി നടത്തി വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ വലിയ പ്രയത്നത്തിന് വലിയ അവാർഡുകളും അതുപോലെ തന്നെ പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷി കർഷകനുള്ള അവാർഡ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് നൽകിയുണ്ടായി. അന്നത്തെ MLA ശ്രീ C. കൃഷ്ണൻ അവറുകളാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകിയത്. അതുപോലെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്.
അദ്ദേഹം വലിയ സാമ്പത്തിക കെണിയിലായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പച്ചക്കറി കൃഷി ലാഭകരമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച്. കാരണം ആദ്യ വിളയെടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു വിളവ് പച്ചക്കറിയിൽ നിന്ന് ലഭിക്കുന്നില്ല. ആദ്യത്തെ പച്ചക്കറി നട്ടു, അതിന് ആദ്യത്തെ വിളവെടുത്തു, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം. അപ്പോൾ നശിച്ചു പോവുകയാണ്. അത് ഇവിടുത്തെ കാലാവസ്ഥയോ മണ്ണിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുടക്കുമുതൽ പലപ്പോഴും കിട്ടാറില്ല. എങ്കിലും അദ്ദേഹം ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. ഈ കഴിഞ്ഞ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്ന സാഹചര്യം, അദ്ദേഹത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യത വ്യക്തികളിൽ നിന്ന്, ബാങ്കിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റ് സ്വാശ്രയ സംഘത്തിൽ നിന്നൊക്കെ അദ്ദേഹം വായ്പ എടുത്തിട്ടുണ്ട്. അത് കൃത്യസമയത്ത് മടക്കി കൊടുക്കാൻ കഴിയാത്തത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. അപ്പൊ അദ്ദേഹം അത് പലരോട് പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് വാങ്ങി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത് ഞാൻ അറിഞ്ഞത് ഒരു 70,000 രൂപ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തെ ഏറ്റവും ഈ ഒരു എന്താ പറയാ വലിയൊരു ദുരന്തത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത്. അത് കൊടുക്കാൻ കഴിയാത്തതിലുള്ള മാനസിക വിഷമമായിരുന്നു. ഇപ്പൊ അറിയാൻ കഴിഞ്ഞു, ഈ മാർച്ച് 31 അവസാനിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന സബ്സിഡി, സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും കൃഷിഭവൻ മുഖാന്തരം ലഭിക്കേണ്ടിയിരുന്ന സബ്സിഡി തുകയ്ക്ക് വേണ്ടി അദ്ദേഹം കൃഷിഭവനിൽ പല പ്രാവശ്യം പോയിരുന്നു. പക്ഷേ അവിടെ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണോ എന്തെന്നറിയില്ല, ആ സമയത്ത് ലഭിച്ചില്ല. പക്ഷെ അദ്ദേഹം ഈ കീടനാശിനി കഴിച്ച് ആശുപത്രി കിടക്കുമ്പോൾ 2 ദിവസം മുമ്പ് 1,14,000 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പണം അപ്പോഴാണ് വന്നതെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മൾ അറിയിച്ചത്. എന്നിരുന്നാൽ പോലും ആ ഒരു പണം ഒരാഴ്ച മുമ്പ് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പാവത്തിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കേവലം ഒരു 70,000 രൂപ പെട്ടെന്ന് കൊടുക്കാൻ കഴിയാത്തതിന്റെ മാനസിക വിഷമമാണ് അദ്ദേഹത്തിന്റെ ഈ മരണത്തിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. നമ്മളെ സംബന്ധിച്ച്, ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ വേദനയോടുകൂടി മാത്രമേ ഇത് നോക്കിക്കാണാൻ സാധിക്കൂ. കാരണം വളരെ നിഷ്കളങ്കമായി നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുന്ന ഒരു മാന്യനായ വ്യക്തി എന്നതിലുപരി ഈ നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് പച്ചക്കറി എത്തിച്ചു കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശ്രീ ഏലിയാസ് അമ്പാട്ടിന്റെ വേർപാട് ഈ നാടിനെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമാണ്, വേദനാജനകമാണ്. ഇത്തരത്തിൽ മലയോര മേഖലയിലെ കൃഷിക്ക് വേണ്ടി, ഈ മേഖലയിൽ പച്ചക്കറി കൃഷിക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച അമ്പാട്ട് ഏലിയാസ് ചേട്ടൻ്റെ തോട്ടങ്ങളും ഒക്കെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. തോട്ടങ്ങളിലൊക്കെ ഈ കീടബാധ കൃഷിയൊക്കെ നശിക്കുന്ന ഒരവസ്ഥയാണ്. അത്തരത്തിൽ മനംനൊന്ത് കാർഷിക മേഖലയിൽ ഏർപ്പെട്ട് വലിയ കടബാധ്യതയോടുകൂടിയാണ് അമ്പാട്ട് ഏലിയാസ് എന്ന കർഷകൻ വിട പറയുന്നത്.